ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പഴുത്ത മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിതാ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങയും പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, എണ്ണ, ഉപ്പ്, ജീരകം, ഉലുവ, കടുക് വറുത്ത് പൊടിച്ചതും, സുർക്ക, കായം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിതാ സ്റ്റൗവിലേക്ക് ഒരു പാന് വെക്കുന്നുണ്ട്. ഇനി പാനൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മധുരമുള്ള അച്ചാറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഇതാ പാനൊക്കെ ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കാണ് കേട്ടോ. ബാക്കി ഞാൻ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരിക. അധികം മൂത്ത് പോകണ്ട. മൂത്ത് പോയാൽ അച്ചാറിന് രസം ഉണ്ടാവില്ല. അതിനുശേഷം ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് എടുത്തത്. ഇത് കുറച്ച് കൂടുതലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ അച്ചാർ പൊടി ചേർക്കുന്നില്ല, അപ്പം മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇത് നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അച്ചാറിൽ കുറച്ച് പുളി ടേസ്റ്റ് വരേണ്ടിയിട്ടാണ് കേട്ടോ. മധുരമുള്ള അച്ചാറാകുമ്പോൾ കുറച്ചൊരു പുളി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമാങ്ങ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ പണികളൊന്നുമില്ല. ഈ അച്ചാറിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഉലുവ, ജീരകം, കടുക്, കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി വാട്ടുക. നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴുത്ത മാങ്ങ ഞാൻ കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാടൊന്നും ഇനി വാട്ടാൻ പറ്റൂല. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് സുർക്ക ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ സുർക്ക ഒഴിക്കേണ്ട, ഒരു പാകത്തിന്, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തിളപ്പിക്കരുത്, ഒരുപാട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ പഴുത്ത മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.